ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കൂത്താണ്ട വേലയിലെ പകൽ വേല ഒന്ന് കണ്ടു നോക്കിയാലോ? വായോ. ഞങ്ങളപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് നമ്മൾ വേല അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഫാഷൻ സെൻസ് കണ്ട നമ്മൾ പോലും മാറി നിൽക്കണ്ട. അങ്ങനെ ഞാൻ കുറേ പിള്ളേരെ കണ്ടു ഇപ്രാവശ്യം. ഞങ്ങളൊക്കെ ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കണം എന്തിനാണെന്ന് അറിയാലോ, നമ്മുടെ ബാൻഡ് സെറ്റിൻ്റെ കൂടെ ഡാൻസ് കളിക്കാനാണ് കേട്ടോ. അപ്പോൾ ഫുൾ വൈബായിരുന്നു കേട്ടോ മൊത്തം. പണ്ട് വേല നടക്കുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമായിരുന്നു ഈ ബാൻഡ് സെറ്റിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കാൻ. പക്ഷെ അന്നൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പറ്റുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സ്വന്തം ഏട്ടന്മാരും അനിയന്മാരും അവർ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചുറ്റും നിന്ന് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ക്യൂട്ട്നെസ് വാരി വെതർന്നത് കോസ്റ്റ്യൂം കാണിക്കാനായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഡാൻസിനൊടുവിൽ ഞങ്ങളൊക്കെ തളർന്നു, ശരിക്കും തളർന്നു. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അവസാനം വരെ നമ്മൾ പൊരുതി ജയിക്കണം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ അമ്പലം എത്തണ വരെ ഡാൻസ് കളിച്ചു. ഇത്തവണ ഒരാളുടെ കുറവുണ്ട്, എൻ്റെ സ്വന്തം ഏട്ടൻ്റെ. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡാൻസും കൂടെ ഞാൻ ഇവിടെ കൂടിച്ചേർക്കുകയാണേ. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഫെലോൻ്റെ ഈ എക്സ്പ്രഷന് ഭയങ്കര ഫാൻസ് ആണെന്ന് കിട്ടും. അപ്പോൾ ആ എക്സ്പ്രഷനും കൂടെ ഞാൻ ഇവിടെ ഇനി നമ്മൾക്ക് നമ്മുടെ വെടിക്കെട്ട് കാണാൻ പോകട്ടെ. ഇപ്രാവശ്യം വെടിക്കെട്ട് കുറച്ച് അടുത്തു നിന്നൊക്കെ കാണാമെന്നുണ്ട്. നമ്മൾ പിള്ളേരുടെ കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ നമ്മൾ അതിതന്ത്രപരമായിട്ട് നമ്മളൊരു സ്പോട്ടിലെത്തി. പക്ഷെ അവിടെ പോകണം, ഓൾറെഡി നിറയെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ് എല്ലാവരും അവിടുത്തെ വെടിക്കെട്ടാണോ നല്ലത്, ഇവിടുത്തെ വെടിക്കെട്ടാണോ നല്ലത്, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് ഗൈസ്. അവരൊരു വെടിക്കെട്ട് എല്ലാം അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രാവശ്യം അടിപൊളിയായിരുന്നു. ഇനി രാത്രി വേലയുടെ കൂടെ കഥ പറയാനുണ്ട്. അതുകൊണ്ട് ഒരു വ്ളോഗും കൂടി ഉണ്ട് ഗൈസ്. ഓക്കെ, ബൈ ബൈ.